ദൈവ നിശ്ചയവും ദൈവത്താൽ പ്രവർത്തിക്കപ്പെടുന്നതുമായ ഒരു രഹസ്യമാണ്. ആദിമ മാതാപിതാക്കൾ ഇനി ഏകരായി ഇരുന്നുകൂടാ എന്ന് നിശ്ചയിച്ചത് ദൈവമാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് അവരെ പങ്കാളിയെ സൃഷ്ടിച്ചു നൽകുവാൻ യഹോവ നിശ്ചയിച്ചു. ഈ നിശ്ചയത്തിന്റെ പ്രവർത്തനത്തിന്റെ തനി ആവർത്തനമാണ് ഓരോ ഉദാശയും. ഈ ഉദാശയിലൂടെ ഒരുമിച്ച് ചേർക്കപ്പെട്ട രണ്ട് വ്യക്തികളല്ല, മറിച്ച് സാമൂഹ്യ ത്രികോണം എന്ന് നാം കേട്ടിട്ടുണ്ട്. മൂന്ന് വശങ്ങളും തുല്യമായ ഒരു ത്രികോണം. ഇതിലേതാണ് വലുത്, ഏതാണ് ചെറുത്, ഏതാണ് വില കൂടുതൽ, ഏതാണ് വില കുറവ് എന്ന് നമുക്കറിയില്ല. ഇതുപോലെ ദൈവത്താൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചേർക്കപ്പെടുമ്പോൾ അതൊരു സാമൂഹിക ത്രികോണമാണ്. ഇവിടെ നിന്ന് മനുഷ്യൻ പോകുമ്പോൾ ദൈവത്തെ മാറ്റി നിർത്തുമ്പോൾ പ്രതിസന്ധി ആരംഭിക്കും. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ദൈവത്തോട് ചേർന്ന് മാറുകയും ചെയ്യുന്ന ആദിമ മാതാപിതാക്കൾ ദൈവം കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം കൽപ്പിച്ചതിനെ കാണുവാൻ ശ്രമിച്ചപ്പോൾ ദൈവത്തിൽ നിന്നാകുന്നു. വേദപുസ്തകം അവിടെ സൂചിപ്പിക്കുന്നു, കനി നിരുന്ന നാളിൽ നീ മരിക്കും എന്ന് യഹോവ കൽപ്പിച്ചു. ആദമും ഹവ്വയും മരിച്ചില്ല, മറിച്ച് ജീവിച്ചു. പക്ഷേ ആ ജീവിതത്തിന് വ്യത്യാസമുണ്ട്. ഇന്നലെ സർവഭൂഷിതരായ ആദാമും ഹവ്വയും ദൈവത്തിനോട് ചെല്ലുന്നത് ഇപ്പോ ദൈവം അവരോട് ഒന്നുകൂടി പറിച്ചോണ്ട് പോയി എന്ന് വരാതെ അർത്ഥം. ഇന്നലെ അവർ അങ്ങനായിരുന്നു. അവകാശബോധം കൊണ്ട്, സ്വാതന്ത്ര്യത്തിന്റെ പൂർണ്ണത കൊണ്ട് നന്മതയോടെ ദൈവത്തിൽ ചെല്ലുവാൻ അവർക്ക് ദൈവത്തോട് അകലം തോന്നിയില്ല. ഇന്ന് ദൈവകൽപ്പന നിഷേധിച്ചപ്പോ ദൈവത്തിനും മനുഷ്യനുമിടയിൽ അവരറിയാത്ത അപരിചിതത്വത്തിൽ മക്കളെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആരംഭിക്കുമ്പോൾ, നീയും ഇവർക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ മാറ്റി നിർത്തി എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ, പ്രവർത്തിക്കുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ അവിടെ പ്രതിസന്ധി ഉണ്ടാകുന്നു, മരണം ഉണ്ടാകുന്നു. അതായത് ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകത്ത് ജീവിക്കുന്നതാണ് വേദപുസ്തക ഭാഷയിൽ മരണമെന്ന് പറയുന്നത്. ഇവിടെ പ്രൊഫസറുകാരൊക്കെ പറയും, ഞങ്ങൾ ദൈവത്തോട് ആരോഗ്യം ചോദിച്ചു, രാവിലെ ദൈവത്തിന് ഹലോ ദൈവം ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് ചോദിക്കുന്നതിന് മറിച്ച് ദൈവത്തിന്റെ ആത്മാവിന് വിരുദ്ധമായി ഒന്നും ചിന്തിക്കാനാകാത്ത അത് ആദിമ പിതാക്കന്മാർക്കുണ്ടായിരുന്നു. പരിശുദ്ധ സഭയിലെ പിതാക്കന്മാരെ സൂക്ഷിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ആഗ്രഹിക്കുമ്പോൾ തുടങ്ങുമ്പോൾ ഞാനും എന്നെ പറയും, ഞാനും എന്നെ അംഗീകരിക്കുന്നതാണ് നിങ്ങളുടെ ഇടയിൽ ദൈവം ഉണ്ടായിരിക്കും. ആ ഭാഗം അവസാനിപ്പിക്കുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുള്ളൂ. ജീവിതത്തിൽ ചെറിയ ഇൻഫർമേഷനും പ്രയാസത്തിനും ഉപരിച്ചാസമുണ്ടാകും. നന്മകളിൽ അന്തരിക്കാതെ ജീവിക്കുന്ന മനുഷ്യൻ, നന്മകൾ ദൈവാശ്രയം അനുഭവിക്കുന്ന മനുഷ്യൻ നിശ്ചയമായിട്ട് പ്രതിസന്ധികളിൽ പങ്കെടുക്കില്ല. എന്നെ വരുന്ന ദൈവം ഇപ്പോഴും എന്റെ കൂടെയുണ്ട്. അതാണ് മക്കളുടെ നൽകുന്ന ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് ഇപ്പോഴത്തെ പല അമ്മയപ്പന്മാരും അറിയില്ല. അത് കാലത്തിന്റെ ഗതികേട്, തലമുറയുടെ ഗതികേട്. മക്കളെ ഓർമ്മിപ്പിക്കുന്നു, നന്മകളിൽ നിന്ന് ദൈവം പ്രയാസങ്ങളിൽ നിന്ന് കൂടെയാണ്. പ്രയാസം തിരിച്ചടി ഉണ്ടാകുമ്പോൾ നമ്മുടെ വല്യപ്പന്മാർ തുടങ്ങിയ ഒരു തൊഴിലുണ്ട്. ആദാമിനോട് ചോദിച്ചു, ആദമേ നീ എന്താണെന്നറിയാമോ? മരണകരമായ അസൂയയിൽ ദൈവത്തിനാണ് നിങ്ങളെ കാത്തുള്ളത്. എന്താണ് ഈ മരണകരമായ അസൂയ? അപ്പുറത്ത് താമസിക്കുന്ന അവളോട് ഇപ്പുറത്ത് താമസിക്കുന്ന അവൾക്കോ അവനോ തോന്നുന്ന അസൂയ. ചേട്ടന്റെ മക്കൾ പോയി അവനെ പോയി രക്ഷപ്പെട്ടു, നമ്മൾ പോയിട്ട് നമുക്കൊന്നും ആയില്ല, അപ്പോഴ് അവൻ ഷെയ്ക്കിന്റെ അടിച്ചു മാറ്റി കാണുന്ന അസൂയോടെ പറയുന്ന ആ വികാരമുണ്ടല്ലോ, അതിനെയാണ് വേദപുസ്തകകാരൻ മരണകരമായ അസൂയ എന്ന് പറയുന്നത്. മറിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ ആലോചിച്ച് നോക്കി, പിതാക്കന്മാർ ഈ പ്രാർത്ഥന എഴുതുന്ന മരണകരമായ അസൂയയിൽ നിന്ന് ദൈവങ്ങളെ കാത്തുകൊണ്ടേ എന്ന് പറഞ്ഞത് സ്ത്രീക്ക് രണ്ട് ധർമ്മം ഉണ്ടായിരുന്നു. ഒന്ന് പ്രസവിക്കുക, രണ്ട് കഞ്ഞി വെച്ച് കൊടുക്കുക. ഈ രണ്ട് ധർമ്മങ്ങളിൽ മാത്രം സ്ത്രീ ഏർപ്പെട്ട് ജീവിച്ച കാലഘട്ടത്തിലാണ്
പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ മരണകരമായ അസൂയയിൽ നിന്ന് നിങ്ങളെ കാത്തുകൊണ്ടേ എന്ന് എഴുതിയത് ആ കാലം മാറി കുഞ്ഞുങ്ങളെ. ഇന്ന് സ്ത്രീയേക്കാൾ പുരുഷനേക്കാൾ ഏണിപ്പവർ പലപ്പോഴും സ്ത്രീക്കാണ്. അറിയാമല്ലോ, എങ്ങനെ 2ാം ക്ലാസ് കുട്ടികൾ ITC കഴിഞ്ഞ് ഗൾഫിൽ പോകുന്ന മിക്ക ആളുകളും BSc നഴ്സിനെ ഒട്ടേറെ പറ്റും, ഇല്ലെങ്കിൽ ആരെ മതി, GM-നെ വേണം. അങ്ങനെ വരുമ്പോൾ അവനേക്കാണ് സുസ്ഥിരത, ഫിനാൻഷ്യൽ കാര്യം സ്ത്രീക്കാണ്. അതിന്റെ മേധാശക്തി നല്ല നാടുപെടുന്ന ആൾക്കാർ ഇന്നാലും കാണിച്ചു തുടങ്ങി, സ്ത്രീ എന്ന് കാണിച്ചു തുടങ്ങി. അപ്പോഴേ ഞാൻ കൊമ്പനാണെന്ന് പറഞ്ഞ് ഈ മീശ പലപ്പോഴും വീട്ടിൽ മേലോട്ട് തിരിക്കാൻ ഒക്കുകയില്ല. ആ ഭാര്യയാണ് ഭർത്താവാണ് പരസ്പരം പറയാറുള്ളത്. ഇതാണ് നമ്മുടെ പിതാക്കളുള്ള ദൈവങ്ങളുടെ കാണുന്നത്. പങ്കാളിയുടെ കോപം പരമ്പരകളിൽ നിന്ന് വിളിച്ചു കൂട്ടാനില്ല. ഏതെങ്കിലും ഒരു ഭാര്യ ഭർത്താവിനെ പറയുകയാണെങ്കിൽ അവൻ ശരി ശരിയല്ല എന്ന് പറഞ്ഞാൽ അവൾ അങ്ങനെ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെല്ലാവരും മാറില്ല, ശരി എല്ലാവരും അറിഞ്ഞ വേണ്ടി കഴിഞ്ഞാൽ ലോകത്തിലുള്ള ഇവന്റെ അതുകൊണ്ട് വാക്കുകൾ ബോധമായിരുന്നു. അവൻ